കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒമാനിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഈദുൽ ഫിത്തർ അവധി ആരംഭിച്ചത്. വാരാന്ത്യ അവധി അടക്കം 5 ദിവസത്തെ പൊതു അവധി എല്ലാ മേഖലകൾക്കും ലഭിച്ചു. അവധി ദിനങ്ങളിൽ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു. പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിൽ പോയവരും മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരുമെല്ലാം ഇന്ന് വൈകുന്നേരത്തോടെ തിരിച്ചെത്തി. അവധി ആഘോഷിക്കാൻ UAE-യിൽ നിന്നും നിരവധി സഞ്ചാരികൾ ഇത്തവണ ഒമാനിലെത്തിയിരുന്നു. മസ്കറ്റിൽ ചൂട് കൂടിയതിനാൽ മലയോര മേഖലകളിലായിരുന്നു കൂടുതൽ ആഘോഷം. മസ്കറ്റിലെ ബീച്ചുകളിലും പാർക്കുകളിലും ഈ ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു. റുക്കിയാത്തിലെ വാദി ദൈഗ ഡാമിൽ റെക്കോർഡ് സന്ദർശകരെത്തി. ഫാം ഹൌസുകളിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയവരും നിരവധിയാണ്. ബർക്ക മേഖലയിൽ ഉൾപ്പെടെ ഫാം ഹൌസുകൾ അവധി ദിവസങ്ങളിൽ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു. ഹോട്ടലുകളിലും നല്ല തിരക്കാണ് സീസണിൽ അനുഭവപ്പെട്ടത്. മലയോര മേഖലകളിലെ ജബൽ അക്തർ, ജബൽ ഷംസ്, ജബൽ ഹത്ത് എന്നിവിടങ്ങളിൽ ക്യാമ്പ് ചെയ്ത് അവധി ആഘോഷിച്ചവരും നിരവധിയാണ്. കാരവാനിലും പ്രത്യേകമൊരുക്കിയ താൽക്കാലിക ക്യാമ്പുകളിലുമായി ഒട്ടേറെ പേർ അവധി ദിവസങ്ങൾ ചെലവിട്ടു. പെരുന്നാൾ പിറ്റേന്ന് പ്രവർത്തനം ആരംഭിച്ച ഇബ്ര വിലായത്തിലെ മൃഗശാല, ഒമാൻ എക്രോ സേജസ് മ്യൂസിയം എന്നിവ കാണാനും ആയിരക്കണക്കിന് സന്ദർശകർ അവധി ദിനങ്ങളിലെത്തി. ഞായറാഴ്ച മുതൽ എല്ലാവരുടെയും ജീവിതം ഇനി സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തും. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.